ഫോർ. അപ്പോൾ അത് ആ ഉരുൾപൊട്ടിയ സ്ഥലത്ത് ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി പലയാളും എന്നെ ക്ഷണിച്ചിട്ടു. എനിക്ക് വയനാട്ടിലുള്ള സമയത്തും എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം പിന്നീടാണ് മനസ്സിലായത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത്. അപ്പം അത് പിന്നെ ആ സമയത്ത് ഞാൻ ഈ ഉരുൾപൊട്ടലിൻ്റെ മുൻകൂട്ടി ഞാൻ പറയുന്നുണ്ട്, വലിയൊരു പ്രകൃതിയിൽ വലിയൊരു ഇത് വിഷമങ്ങൾ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് വയനാട് ജില്ലയിലാണ് വരാൻ വേണ്ടി പോകുന്നതെന്ന് പക്ഷേ അതിൽ ഞാൻ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും കാലം കണ്ട പോലെ ആയിരിക്കില്ല നിങ്ങൾ ഇപ്പം വരാൻ വേണ്ടി പോകുന്നത്. പക്ഷെ അത് ആ വീഡിയോ വേണ്ടാതെ എല്ലാം കാണുന്ന കൂട്ടർ അത് കാണാൻ പോയില്ല. എന്ത് ചെയ്യാനാ? അപ്പോൾ അതിന് കണ്ടിട്ടായിരുന്നു, ആ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഒത്തിരി പേർക്ക് ചിലപ്പോൾ അത് പ്രയോജനപ്പെടുമായിരുന്നു. എനിക്ക് പറ്റുന്ന സ്ഥലത്തെല്ലാം ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തു. പക്ഷെ അതൊന്നും ആരും കണ്ട് അത് നിസ്സാരം അങ്ങ് തള്ളിക്കളഞ്ഞു. സുനാമി കാലത്തും ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി ഇതിന് പൊക്കാരിടാൻ വരണ്ട. കാരണം വെച്ചാൽ ന്യായമില്ല, എന്തോ പ്രവാചകനാണ്, അതൊന്നുമല്ല. നമ്മൾ ഉപാസിക്കുന്ന സമയത്ത് നിങ്ങൾ ഉപാസിക്കുന്ന, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ അറിയാൻ പറ്റും. ഞാൻ എന്നെ അറിഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, വയനാട്ടിൽ പിന്നെ മുണ്ടങ്കയിലും ചൂരൽ മലയിലാണ് ഇത് വരാൻ വേണ്ടി പോകുന്നത് എനിക്കറിയില്ല. വയനാട്ടിലാണെന്ന് മാത്രമേ എനിക്കറിയൂ. അതിൽ പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ മുമ്പിട്ടുള്ള ട്രാവലിംഗ് വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. ഈ ട്രാവലിംഗ് ചെയ്യുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനും കൂടി വേണ്ടിയിട്ടാണ്. നമ്മളത് പുണ്യയാത്ര എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഈ പുണ്യയാത്ര എന്ന് പറഞ്ഞാൽ യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ക്ഷേത്രങ്ങളല്ല ശരിക്കും. യാത്രക്കുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അറിഞ്ഞത്. അത് ഇന്ത്യ മുഴുവനുള്ള. പക്ഷേ ഞാനത് പുണ്യയാത്ര, യാത്ര എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതാണ്. പക്ഷെ പുണ്യം എന്ന് പറയുന്നത് ആ പുണ്യം ചെയ്തിട്ടുള്ള ഭൂമി, ആ ഭൂമി എന്തുകൊണ്ട് പുണ്യമായി, ആ പുണ്യം ചെയ്തിട്ടുള്ള ആ ഭൂമിയിലുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഒന്നുകിൽ ക്ഷേത്രമോ അല്ലെങ്കിൽ പള്ളിയോ അല്ലെങ്കിൽ മോസ്കോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടാവാം. ഒരു സൂപ്പർ പവറുള്ള ഒരു സംഭവം ഉണ്ടാവാം. അത് തേടിയിട്ടുള്ള യാത്രയാണ്. നോർത്ത് ഇന്ത്യയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അനേകം സ്ഥലങ്ങളിൽ നമ്മൾ ഒരിക്കലും മനസ്സ് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ, അല്ല അങ്ങനെയൊന്നും ഉണ്ടോയെന്ന് പോലും തോന്നിപ്പോകുന്ന ഒട്ടനവധി സ്ഥലങ്ങളുണ്ട്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാതെ പ്രകൃതിയായിട്ട് നിർമ്മിച്ചിരിക്കുന്ന, പ്രകൃതിയായിട്ട് ഉണ്ടാക്കുന്ന പല ലേക്കുകളും പല സംഭവങ്ങളും അവിടെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലുണ്ട്, കേരളത്തിൽ ഇല്ലാണ്ടൊന്നുമില്ല. ആദ്യ കാലഘട്ടങ്ങളിൽ ബുദ്ധമതമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു പറയപ്പെടുന്നുണ്ട്. പിന്നെ ജൈനമതം, പിന്നെ അങ്ങനെയൊക്കെ ഇവിടെ കേരളത്തിലും അതിൻ്റെ ഒരു ശാഖകൾ ഇപ്പോഴും ഉണ്ട്. അപ്പം അതിൻ്റെ ചെറിയൊരു ഉദാഹരണമാണ് ഇപ്പം കേരളത്തിന് പുറത്ത് കർണാടകയിൽ കുഷാൽ നഗർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബുദ്ധന്മാരെ ലാമേൻ്റെ ഒക്കെ ഉള്ള ആ ഒരു സ്ഥലമുണ്ട്. തലരാമ എന്ന് കേട്ടിട്ടില്ല നിങ്ങൾ? അദ്ദേഹത്തിൻ്റെ ആശ്രമവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവിടെയുള്ള ആ ഗ്രാമം മുഴുവനും അവരെ ആൾക്കാരാണ് നമ്മൾ പറഞ്ഞപ്പോൾ. ഞാൻ ഉണ്ടാക്കി അത് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ രണ്ടാമത് വാക്സിൻ അതിന് വേറെന്തോ പേരുണ്ട്, അതെടുത്ത് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു ശ്വാസം മുട്ടൽ എനിക്ക് ചെറിയ ഫീൽ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അതെടുത്ത സമയത്താണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്യാൻ തുടങ്ങി. അതുവരെ എൻ്റെ ബോഡിക്ക് അങ്ങനെ വലിയ റിലേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് രണ്ടാമത്തത് അവർ പറഞ്ഞു അതോ അല്ല, അതെടുക്കാനൊരു കാരണമുണ്ട്. ഞാനിവിടുന്ന് ഹിമാലയത്തിലേക്ക് പോകാൻ വേണ്ടി ട്രെയിൻ ബുക്ക് ചെയ്തു. എല്ലാം കഴിഞ്ഞ് ഞാൻ മംഗലാപുരത്ത് എത്തിയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനില്ല, ബസ് ബുക്ക് ചെയ്തു. ബസ്സിൽ നിന്ന് അങ്ങനെ ഞാൻ യാത്ര ചെയ്ത് മംഗലാപുരത്തെത്തി. മംഗലാപുരത്ത് അപ്പുറത്ത് കിടക്കുമ്പം കർണാടക ബോർഡറിൽ കിടക്കുന്ന സമയത്ത് അവർ പറഞ്ഞു കള്ളാസ് ഉണ്ടെങ്കിൽ അപ്പുറം പോകാൻ പറ്റും. വെടിഞ്ഞാണ് തിരിച്ചു വന്നിട്ടാണ് ഫസ്റ്റത്തെ വാക്സിൻ എടുക്കുന്നത്. എന്നിട്ട് ഫസ്റ്റത്തെ എടുത്ത് ഞാൻ പിന്നെയും പോയി. കുറച്ച് 2 മാസം കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും പോയി. ഈ ചൊറ ഇതോടുകൂടി തീരുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പോയതാണ്. ആ കള്ളാസ് കൊടുത്തിട്ട് പോയി. മോഡീൻ്റെ ഒരു കള്ളാസ് ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ഒരു കള്ളാസായിരുന്നു. അപ്പോൾ അതും എടുത്തിട്ട് ഞാൻ പോയി. അത് പോയപ്പോൾ പറഞ്ഞ് ഇത് ഒന്ന് മാത്രമല്ലേ അടിച്ചിട്ടുള്ളൂ, ഇനി ഒന്നും കൂടി അടിക്കണമെന്ന് എവിടെത്തി. അപ്പോൾ ഞാൻ പിന്നെ തിരികെ വീണ്ടും വന്നു. ഞാൻ പിന്നെ ഇതിപ്പോൾ 3 മാസം അങ്ങനെ കഴിയണം തോന്നും. പിന്നെ രണ്ടാമത്തെ അടിക്കാൻ അങ്ങനെ തോന്നും. 30 ദിവസം അല്ല 3 മാസമൊന്നും എനിക്ക് ഓർമ്മയില്ല. അതും അടിച്ചിട്ട് ഞാൻ എന്താക്കി വീണ്ടും യാത്ര തുടങ്ങി. അതിന് മുമ്പിട്ടായിരുന്നു അമർനാഥിലൊക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുള്ളത്. അതിന് കുറച്ച് മുമ്പിട്ടായിരുന്നു. അമർനാഥ് വന്ന ആ സമയത്തായിരുന്നു ഈ പ്രശ്നം. ഞാൻ മൂകാംബികയിൽ പോയതെല്ലാം ഞാൻ ആ അമർനാഥിൽ നിന്ന് വന്ന ശേഷമാണ്. അത് ഞാൻ പോയത് 10-50 പേരുണ്ടായിരുന്നു. കൈലാസ് എന്ന് പറഞ്ഞ പിന്നെ എറണാകുളത്തുള്ള ഒരു ട്രാവൽ ഏജൻസി വഴിയാണ് ഞാൻ പോയിട്ടുള്ളത്. അതുമാത്രമല്ല പിന്നെ എൻ്റെ കൂടെ ഡോക്ടർ
ഗീത എന്ന് പറഞ്ഞ പിന്നെ അക്യുപ്രഷറിൻ്റെ ഡോക്ടർ ഉണ്ടായിരുന്നു. ആ അമ്മയും ഞാനും ഒത്തിരി പേരും കൂടിയിട്ട് 50 പേരോളം ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാം ബാക്കി വഴിക്ക് ജോയിൻ ചെയ്തതാണ്. അത് സാധാരണ അങ്ങനെ ഒരിക്കലും പോകാറില്ല. ഞാൻ സാധാരണ ഒന്നെങ്കിൽ എൻ്റെ കൂടെ ആരെങ്കിലും ഒരാളുണ്ടാവും. ഇതൊക്കെ ഞാൻ പോയിട്ടേ ഇല്ല. എൻ്റെ കൂടെ വരുന്ന കൂട്ടർ ഹിന്ദി അറിയുന്നവരും ഇംഗ്ലീഷ് എല്ലാം ചെയ്യാൻ കഴിയുന്നവരാണ്. അങ്ങനെയാണ് ഞാൻ കൂടുതലും യാത്ര ചെയ്തിട്ടുള്ളത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഇപ്പം ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പം ആദ്യമായിട്ടാണ്. ചിലപ്പോൾ ഒറ്റക്കൊന്നും ആയിരിക്കില്ല. ചിലപ്പം ഭഗവതി ആരെങ്കിലും മുന്നിൽ കൊണ്ട് ഇട്ട് വരും, അവരുമായിരിക്കും ഒപ്പരുണ്ടാവുക. അപ്പം ഇപ്പോൾ രണ്ടാമത് കേദാറിൽ പോയത് ഞാനും ബിബിൻ എൻ്റെ ഒരു സുഹൃത്താണ്. നല്ലൊരു മോനാണ്, എല്ലാം നല്ല ഹെൽപ്പ് മൈൻഡുള്ള ഒരു കുട്ടിയാണ്. മോനും കൂടിയാണ് വന്നിട്ട് എന്നെ സഹായിച്ചിട്ട് കൊണ്ടുപോയി. അതിന് മുമ്പിട്ട് ഞാൻ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ചില സ്ഥലങ്ങളും ചില പേരുകൾ ഒന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. കാരണം അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ മെമ്മറി മുഴുവൻ കട്ടായി പോയതാണ്. അതൊന്നും ഈ ബിബിനോ അല്ലെ മറ്റുള്ളവർക്കൊന്നും അറിയില്ല. കട്ടായി പോയതാണ്. കട്ടായി പോയിട്ട് അത് വീണ്ടും തിരികെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലതും ഓർമ്മ കിട്ടും. പക്ഷേ ചിലവർ മുന്നിൽ വരുമ്പം എവിടെയോ കണ്ടിട്ടുണ്ട്, എവിടെയോ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, ഇവരായിട്ട് ഞാൻ എപ്പോൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്, ഗുരുജി ജാട കാണിക്കുന്നൊന്നുമല്ല, അങ്ങനൊന്നും കരുതരുത്. നിങ്ങളെ കണ്ടിട്ട് മിണ്ടുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഒന്ന് വേഗം എൻ്റെ അടുത്ത് ഓടി വന്ന് സംസാരിക്കാൻ തീർച്ചയായിട്ടും സംസാരിക്കും. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. പിന്നെ പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ആരോടും കൂട്ടുകൂടാറോ സംസാരിക്കാറോ ഒന്നുമില്ല. ഇങ്ങനെ ഓപ്പൺ മൈൻഡും അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് മാത്രം സംസാരിക്കും. പക്ഷേ യൂട്യൂബിൽ വന്ന ശേഷമാണ് ഇങ്ങനെ വർത്തമാനം പറയാൻ തുടങ്ങി. ഇപ്പം എന്നെ കൊണ്ട് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി. കാരണം വെച്ചാൽ ഞാൻ വർത്തമാനം പറയാൻ തുടങ്ങിയാൽ നിർത്താതെ അങ്ങനത്തെ അവസ്ഥയായി. അപ്പം നമ്മളെ എക്സ്പീരിയൻസ് ആണ്, നമ്മളെ യാത്രയിലുള്ള ഓരോ എക്സ്പീരിയൻസ്, ഓരോ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുചെയ്തത്. അപ്പം ബാക്സടുത്ത് ഒത്തിരി പേർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാരണം ഇനി ആയിരിക്കും എനിക്കങ്ങനെ വന്നിട്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് വരരുത്. കാരണം എല്ലാവരും പേടിച്ചിരിക്കുമായിരുന്നു. അമ്മമാരും പെങ്ങന്മാരും അവരുടെ കുഞ്ഞുങ്ങളും ഭർത്താക്കന്മാരും അച്ഛന്മാരും പിന്നെ അവരുടെ സഹോദരന്മാരും എല്ലാം ഭയന്നു പോയി ഇരിക്കുന്ന ഒരു നിമിഷമായിരുന്നല്ലോ നമുക്ക് മുന്നിലുണ്ടായത്. പക്ഷെ അത് ദൈവികമായിട്ട് വന്ന ഒന്നല്ല, മനുഷ്യനിർമ്മിതമായിട്ട് വന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇനിയും വരും. ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞില്ലേ 2ാം ലോകമഹായുദ്ധം പറഞ്ഞില്ലേ, ഇനി വരാൻ വേണ്ടി പോകുന്നത് 2ാം ലോകമഹായുദ്ധമല്ല, 3ാം ലോകമഹായുദ്ധം ആയിട്ട് വരുന്നത് ഈ മരുന്ന് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. മെഡിക്കൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. കാരണം എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള പുതിയ രോഗങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാകും. അത് നമ്മളെ പിടിവിടും. ഇപ്പം കൊറോണ വരുന്ന ആരും പ്രതീക്ഷിച്ചില്ല ഇല്ല. അപ്പം ആരും വിചാരിച്ചിട്ടില്ല. പക്ഷെ ആ കൊറോണ വന്നപ്പോൾ എന്തായി, നമ്മൾ എല്ലാം ഈ ഭൂമിയിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലെ ആൾക്കാരും സ്തംഭിച്ചു പോയി. ഒരു ചെറിയ നമ്മളെ ലെൻസ് കൊണ്ട് വെച്ചാൽ പോലും കാണാൻ പറ്റാതെ അത്രയും മൈക്രോസ്കോപ്പ് കൊണ്ട് അതുകൊണ്ട് ഉപയോഗിച്ചാൽ മാത്രം കാണുന്ന ആ ഒരു ചെറിയ വൈറസ് നമ്മളെല്ലാവരും വീട്ടിനകത്ത് കിടത്തി ഇല്ലേ. ആണ് നമ്മളത്രയും നമ്മളെ ദ്രോഹിച്ചു അല്ലാതെ ഇല്ലേ. ഇനിയും അതുപോലെ പലതും ഇപ്പം തലച്ചോറിലേക്ക് കയറുന്ന ഈ പഴയ കുളത്തിലെല്ലാം കുളിച്ച് കഴിഞ്ഞാൽ തലച്ചോറിലേക്ക് കയറിയിട്ട് അങ്ങനെ മരണം സംഭവിക്കുന്ന ഒട്ടനവധി രോഗങ്ങൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? നമ്മളെ വൃത്തിയില്ലായ്മയും ശുദ്ധിയില്ലായ്മയും കൊണ്ടാണ്. പിന്നെ എല്ലാവരും അടുപ്പ് കൂട്ടിയ പോലെ അടുപ്പിച്ചല്ലേ വീടെടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ നമ്മളെ ജീവിതത്തിൽ ഇനിയും വരാനുണ്ട്. അപ്പോൾ ഇനിയും വരും തലമുറകൾ ഇനി എവിടെ വീടെടുക്കും? പഴയ കൂട്ടരുണ്ടാക്കിയ സ്ഥലം നമ്മളിങ്ങനെയൊക്കെ എടുത്ത് തീർത്തു. ഇനി നമുക്ക് ശേഷം വരുന്നതും അവർക്ക് ശേഷം വരുന്നവരെല്ലാം എവിടെയാണ് വീടെടുക്കുക? ആലോചിച്ചൊക്കെ നിങ്ങൾ. പണ്ട് കാലത്ത് നമ്മൾ കാണുന്ന മലകളും മരങ്ങളും വയലുകൾ, പിന്നെ കുന്നുകൾ, അരുവികൾ, പുഴകൾ, തടാകങ്ങൾ, പിന്നെ കായലുകൾ എവിടെ പോയി? കുറേ നഷ്ടപ്പെട്ടു പോയി. കാരണം കുറേ നഷ്ടപ്പെട്ടു പോയെന്ന് മാത്രമല്ല, ഇപ്പം കായലിലുള്ള വള്ളങ്ങൾ പോലും വളരെ മോശമായ അവസ്ഥയിലാണ് അല്ലേ. അപ്പം പറയും ഓരോ ടെസ്റ്റ് ചെയ്ത് ഒരാൾ ഒരു സയൻറ്റിസ്റ്റ് വന്നിട്ട് പറയും ഇത് കുഴപ്പമില്ല, ഇത് ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാന്ന് പറയും. പിന്നീട് കുറേ കഴിയുമ്പോൾ അവർ മാറ്റിയിട്ട് പറയുന്നതും കാണാം. അപ്പം അതാണ് സാധാരണ സംഭവിക്കാറ്. ഞാനിപ്പം നമ്മൾ അനാവശ്യ കാര്യങ്ങളിലൊക്കെ പോയിട്ട് സംസാരിക്കാൻ നിൽക്കേണ്ട. ഞാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്, താല്പര്യപ്പെടാത്ത ഒരാളാണ്. നിങ്ങൾക്കത് കൂടുതൽ വർത്താൻ പാടുമ്പോൾ നിങ്ങൾക്കും ഇഷ്ടം തോന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് വരാനൊരു കാരണമുണ്ട്. ഞാനിപ്പം നഷ്ടപ്പെട്ടു പോയ സാധനം ഓൺലൈനിൽ വഴി ഞാൻ ഓരോന്നേ തിരിച്ചു പിടിക്കുക. അപ്പം അതൊക്കെ ലോണ് തന്നെയാണ്. ഒരാൾക്ക് തിരിച്ചു മറിച്ച് കൊല്ലാക്കിയിട്ട് ഇപ്പോൾ ഈ ഒരു മാസം സൂര്യണ്ടായപ്പം
ഒരാൾ പോലും സഹായിക്കാണ്ടായിരുന്നില്ല. അത്ര ബുദ്ധിമുട്ടിപ്പോയി. ഭക്ഷണത്തിന് പോലും ഞാൻ ബുദ്ധിമുട്ടിപ്പോയി. കാരണം അത് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം അഘോരോപാസന ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് ആഹാരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടിപ്പോയി. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജനിച്ചിട്ട് ഈ സമയം വരെ ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ആഗ്രഹിച്ചു പോയ നിമിഷം ചെറിയ സമയം എനിക്ക് സംഭവിച്ചതാണ് ഈ ഒരു മാസം. അതായത് നവംബർ, ഒക്ടോബർ, ഈ 2 മാസം എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചായിരുന്നു. അതിനിടയിൽ എൻ്റെ ഒരു മോനാന്ന് എന്നെ എല്ലാവരും ചാടിയിട്ട് പോയപ്പം ഓൻ മാത്രം ചാടാതെ തന്നെ പുറത്താണ്, വിദേശത്താണ് ഓൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓൻ ഒറ്റ എഴുത്തനാന്ന് എന്നെ ചേർത്ത് പിടിച്ചിട്ട് എന്നെ പിടിച്ചു നിർത്തി. അവൻ അത്രയും വിഷമമുള്ള സമയത്ത് പോലും ഓൻ എന്നെ ചേർത്ത് പിടിച്ചു നിർത്തി. അപ്പം നമ്മളെ പ്രാർത്ഥനയിലും അവനും അവൻ്റെ കുടുംബത്തിനും അവൻ്റെ ഭാര്യക്കും അമ്മക്കും പിന്നെ വേണ്ടി അവൻ്റെ കൂടപ്പുറപ്പൊക്കും വേണ്ടിയിട്ട് നമ്മളെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. നമ്മളെ ഒരു ദിവസത്തെ പ്രാർത്ഥനയല്ല, എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിലും ഞാൻ അവനും ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഓരോ വിഷം വരുമ്പം എൻ്റെ ഒരു ചേച്ചിയുണ്ട്, പെരുമളി ചേച്ചി. ഓറ് വന്നിട്ടാന്ന് തന്നെ എനിക്ക് ട്രാവലിങ്ങിനും എല്ലാം മുമ്പിട്ടെല്ലാം സഹായിച്ചവരാണ്. ഓറും വേറെ ജോലി ഇട്ടിട്ട് ഓറങ്ങ് പോയി. പിന്നെയുള്ളത് പിന്നെ ഒരു ജിഷ എന്ന് പറഞ്ഞ ഒരു സഹോദരിയാണ്. ഓളും ഇതുപോലെ തന്നെ എനിക്ക് പിന്നെ പല വിഷമഘട്ടത്തിലും വന്നിട്ട് ഓടി വന്ന് സഹായിച്ചു. പിന്നെയുള്ളത് എൻ്റെ സുഹൃത്തായിരിക്കുന്നത് റേച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോനാണ്. ഓനും അങ്ങനെ തന്നെ പല വിഷമഘട്ടങ്ങളിലും ഓൻ മുന്നിൽ നിന്നിട്ടാണ് സഹായിച്ചുകൊണ്ടാണ് ഗുരുജി ഓരോ യാത്രയും ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ആ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബിലെ കൂടി വരുമാനം ഉണ്ടാക്കാൻ വന്നതൊന്നുമല്ല. എന്താ വെച്ചാൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഈ ഇന്ത്യ മുഴുവൻ ഒന്ന് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇനി എനിക്ക് ഈ ജന്മത്തിന് സാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം അത് കാണാത്തതും കണ്ടതുമായ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അത് ഞാൻ കണ്ട ആ സ്ഥലങ്ങളും ഞാൻ അനുഭവിച്ച ആ സംഭവങ്ങളും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം തോന്നിയോണ്ടാണ് ഞാൻ. അല്ലാതെ ചിലരോട് ചോദിച്ചു അഘോരികളെന്താ ഇങ്ങനെയെല്ലാം പോവോ, ഇങ്ങനെയെല്ലാം ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ അഘോരിയൊക്കെ മറ്റുള്ള സന്യാസിമാർക്ക് ഓരോന്നിനും അവർക്ക് ചട്ടക്കൂടുണ്ട്. നമുക്കതില്ല എന്നറിയാം. ആദ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മനസ്സിൽ എന്ത് ചെയ്യാൻ തോന്നുവോ അത് ചെയ്യുക. നമ്മളെ ഗുരു നമ്മളെ പഠിപ്പിച്ചതാണ്. ഇപ്പോൾ മാംസം തിന്നാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ തിന്നാം, പക്ഷെ ഞാൻ കഴിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മദ്യം കഴിക്കണം തോന്നിയാൽ കഴിക്കാം, പക്ഷെ ഞാനത് കഴിക്കുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. ശാക്തയ എന്ന് പറഞ്ഞാൽ അതിൽ മദ്യമാംസം മത്സ്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന പൂജകളാണ്. അത് ശാക്ത പൂജ ചെയ്യുന്നവർക്കറിയാം. അത് കൗള സമ്പ്രദായത്തിൽ അങ്ങനെയാണ് വരിക. ഉത്തമന്മാർക്കുണ്ട്, മധ്യമന്മാർക്കുണ്ട്. സമയാചാരം എന്ന് പറഞ്ഞിട്ടുള്ള ഇതുമുണ്ട്. അങ്ങനെ ശ്രീചക്രത്തിൽ തന്നെ അനേകം ഉപാസനാ രീതികളുണ്ട്. അപ്പം അത് നമ്മൾ ചെറിയ ഒരു പരിമിതി വെച്ചുള്ള അറിവ് വെച്ച് പറയുന്നതാണ്. നമ്മളതിൻ്റെ ഒരു വിദ്യാർത്ഥി മാത്രമാണ്. അതിൻ്റെ മഹായോഗി പരാഭട്ടാരക എന്നുള്ള സ്ഥാനം കിട്ടിയെന്നേ ഉള്ളൂ. അപ്പം സാധാരണ സ്ഥാനം കിട്ടുമ്പോൾ വെച്ചാൽ ഒരു തൊടേമിൽ ഗുരു പറഞ്ഞിട്ടുള്ളത് ഒരു തൊടയിൽ ഭാര്യയും ഒരു തൊടയിലും മകളോ അല്ലെങ്കിൽ മകനോ ഇരുത്തിയാൽ മാത്രമാണ് പരാഭട്ടാരക എന്നുള്ളത് ശിവകുടുംബമായിട്ടാണ് അത് സങ്കല്പം പറയുന്നത്. അങ്ങനെയാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ പൂർണ്ണത എനിക്കറിയില്ല, അറിയാത്ത കാര്യങ്ങൾ. അതുകൊണ്ട് വ്യക്തമായിട്ട് ഇത്രയും സമയം പറയാതിരുന്നത്. ഒന്ന് എന്ന് വെച്ചാൽ ചിലതൊക്കെ നമുക്ക് ചില രഹസ്യങ്ങൾ രഹസ്യമായി തന്നെ വെക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അതെന്താക്കും, എവിടുന്ന് എന്തൊക്കെയോ കേട്ട് കുറച്ച് വന്നിട്ട് പിന്നെ ചിലവരെന്താക്കും അതിനെ ഷൗട്ട് ചെയ്യാനും അതിനെ അവോയ്ഡ് ചെയ്യാനും പരിഹസിക്കാനും വരും. അപ്പോൾ നമുക്ക് മന്ത്രോപദേശം തന്ന ഗുരുവിനെ നമ്മൾ അപമാനിക്കുന്ന പോലെയാവും. അതുപോലെ നമ്മൾ ഉപാസിക്കുന്ന ദേവിനെ നമ്മൾ അപമാനിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന പോലെയാവും. ചെയ്യുന്നവന് ഇതൊന്നും ചിന്തിക്കില്ല. കാരണം അവന് കോതക്ക് പാട്ട് വായിക്ക് ഇതെന്ന് പറഞ്ഞ പോലെ ഓനങ്ങ് പറഞ്ഞുകൊണ്ടേ പോകും. പക്ഷെ അതിന് അവസരം ഉണ്ടാക്കി കൊടുത്താരാ? നമ്മളല്ലേ. നമ്മളത് അതിൻ്റെ വിഷമങ്ങൾ നമ്മളും അനുഭവിക്കേണ്ടി വരും. അദ്ദേഹം അനുഭവിക്കും, പക്ഷെ അത് പിന്നീടല്ലേ. അത് അദ്ദേഹം ചിന്തിക്കില്ല. ആ സമയത്ത് ചോരത്തിളപ്പിൽ ഇതുപോലെ നമ്മളും കുറേ പറഞ്ഞു പോയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളും ഇതുപോലെ ഒത്തിരി ആൾക്കാരോട് വിമർശിക്കലും അങ്ങോട്ട് ഫൈറ്റിങ്ങിന് പോയതും എല്ലാം ആളാണ്. തന്ത്രം പഠിച്ചപ്പോഴും പിന്നെ ശാക്ത്യം പിന്നെ അഘോരം പഠിച്ചപ്പോഴെല്ലാം നമ്മളും അങ്ങനെ പോയിട്ടുള്ള ആളാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരാനൊരു കാരണം ആ സാധനം ഒന്ന് റിവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ കാണിച്ചു തരണമെന്ന് വെച്ചിട്ടാണ്. ഈ സാധനം വാങ്ങുന്ന ആദ്യമായിട്ടാണ്. ഞാൻ ആദ്യം വാങ്ങിയ സ്റ്റൗ വലിയ സ്റ്റൗ ആയിരുന്നു, ഒരു കുഞ്ഞ് സ്റ്റൗ ആണ് കേട്ടോ. നമുക്ക് കാണാം. ആ കണ്ടോളൂ. എൻ്റെ മുന്നിൽ ഞാനിത് എൻ്റെ മോൻ സംസു എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ, ഷംസുദ്ദീൻ എന്നങ്ങനത്തെ അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം അദ്ദേഹം ആണ് എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തിട്ട്. ഞാൻ പറഞ്ഞില്ലേ നല്ല മൊബൈൽ ഷോപ്പാണ്.
ഷോപ്പിൻ്റെ പേര് നമ്മളെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ഹെൽപ്പ് മൈൻഡുള്ള ഒരു മോനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിക്കട്ടെ ഒരു ഇതാന്നേ, ഇത് അതിൻ്റെ ഗ്യാസാണ് കേട്ടോ. ഇതാണ് വാങ്ങിയിട്ടുള്ളത് കണ്ടോ, ഇത് അതിൻ്റെ ഗ്യാസാണ്. ഇത് അതിൻ്റെ റേറ്റ് ഇത് 225 ഇതാണ് കേട്ടോ, ലിറ്ററിൻ്റെ ആണ് ഇത്. അല്ല യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ നല്ലവണ്ണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടില്ല, അതിൻ്റെ ക്ലിപ്പ് കൃത്യമായിട്ട് ഇടണം കേട്ടോ. ഈ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അതിൽ സ്റ്റൗവിൽ ഉപയോഗിക്കുന്ന സമയത്ത് ആ ക്ലിപ്പ് അതിൽ കുടുങ്ങുന്ന വിധത്തിലായിരിക്കണം ഇടുന്നത്. ഉപയോഗിക്കുന്ന കൂട്ടറുണ്ടെങ്കിലാണ് പറഞ്ഞിട്ട്, ട്രാവലിങ്ങിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന കൂട്ടറുണ്ടെങ്കിലാണ് പറഞ്ഞത്. ഇത് അതിൻ്റെ സ്റ്റൗ ആണ്. ഇത് നമുക്ക് താഴെ വെക്കാം, വീണ് വരുന്ന കഴിയില്ല. പൊട്ടിത്തെറിച്ച് ഞാൻ ഭസ്മായി പോകും ചിലപ്പോൾ. ഓ കുഞ്ഞി സ്റ്റൗ കേട്ടോ, അതാ നോക്കിയേ. ഞാനത് എൻ്റെ ഇത് പറഞ്ഞപ്പം എൻ്റെ സംസു എനിക്ക് എല്ലാം ബുക്ക് ചെയ്ത് തന്നതാണ്. ഇതിൽ വേറെ ഒന്നുമില്ല, ഇതിൽ ഒരു കാറ്റലോഗ് ഉണ്ട്, പിന്നെ ഒരു കുഞ്ഞി സ്റ്റൗ. ഇതിലാണ് ഘടിപ്പിക്കുക കേട്ടോ. ഈ ഗ്യാസ് ഇതിൽ കുത്തിയിട്ട് അതിലാണ് ഘടിപ്പിക്കുക. ഇതിനെ തുറക്കാൻ പറ്റും. ഇന്നല്ലേ തുറക്കുക. ഇത് ഒരു കൈ കൊണ്ട് ചെയ്യുമ്പോൾ ആണ് ബുദ്ധിമുട്ട്. കണ്ടോ, ഒരു കുഞ്ഞി അടുപ്പ്. ഇത് ഇതിൻ്റെ സിഗുലേറ്ററാണ് കത്തിക്കുന്നത്. സിഗുലേറ്ററാണ് ഇത്. സിഗുലേറ്ററിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടോ, ഇത് നമ്മൾ ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഇതാ ഇതിന് സ്പാർക്ക് ചെയ്യാൻ നമുക്ക് കാണാം. അത് സ്പാർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ ചെറിയ ഇതുണ്ടെങ്കിൽ ഇതിൽ നിന്നാണ് സ്പാർക്ക് ചെയ്യുക. ഇതിൽ നിന്നാണ് സ്പാർക്ക് ചെയ്യുക. ഇതുണ്ട്, രസമില്ലേ? ഇത് ഗ്യാസ് തുറക്കുന്ന അതിൻ്റെ റെഗുലേറ്ററാണ് കേട്ടോ. പിന്നെ തുറക്കുക, പിന്നെ പൂട്ടുക. ഗ്യാസ് ഇതിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട സാധനമാണ്. ഇതിൽ വേറെ ഒന്നും ഇതിൽ കാണുന്നില്ല. ഇത് ഇതിൻ്റെ സിഗുലേറ്ററിൻ്റെ ഒരു സംഭവം. അത് നിങ്ങളിത് ചിലപ്പോൾ ഓൺലൈനിൽ നിങ്ങൾ ചിത്രം കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇത് കാണുന്നത് നേരിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ കാണുന്നത്. ഞാൻ വാങ്ങിയപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വെച്ചിട്ടാണ്, വേറൊന്നും കൊണ്ടല്ല. പിന്നെ വാങ്ങിയത് ഇതൊന്ന് വാങ്ങി. പിന്നെ ഒന്ന് ഓർഡർ ചെയ്ത് ഇതിന് 513 റുപ്യ ഇതിന് വരിക കട്ടണ. ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തപ്പം എനിക്ക് ചിലവായത് ഇതിന് 531 റുപ്യാണ് ഇതിന്, 32 റുപ്യ ഇതിന് വരിക. ഇനിയിപ്പം ഇതിൻ്റെ കൂടെ ഞാൻ വേറെ ഒരു സാധനം കൂടി വാങ്ങിയിട്ടുണ്ട്. ഇത് എനിക്ക് ട്രക്കിങ്ങിന് പോകുമ്പം ആവശ്യമായിട്ടുള്ള സാധനമാണ്. ഈ ഒരു 2 സാധനമാണ് വാങ്ങിയിട്ടുള്ളത്. 2 മാത്രമല്ല, വേറെ ഒരു സാധനം ഇതിന് മുമ്പിട്ട് വാങ്ങിയിട്ട് അത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് കേട്ടോ.